കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശാലിനി കുഞ്ഞെ, പൊന്നി എന്തായി? ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കുഞ്ഞെ. പ്രീതി കുഞ്ഞിന് ഇതുവരെയും ബോധം തെളിഞ്ഞില്ല. പൊന്നി പേടിക്കാതെ, അവിടെ എത്തിയ കാഷ്വാലിറ്റിയിൽ അറ്റൻഡൻസ് ഉണ്ടാവുമല്ലോ, അവരെ സഹായത്തിന് വിളിച്ചാൽ മതി. ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുമ്പോഴേക്കും ഞാൻ ഉണ്ടാവും അവിടെ. ശരി കുഞ്ഞെ, എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട പൊന്നി, ഞാൻ ഉണ്ടാവും. എന്നാ വെച്ചോ, ഞാൻ ദാ എത്തി. പ്രീതി കുഞ്ഞെ, ഹലോ ശാലിനി. അർജുനേട്ടാ എവിടെയാ? ഞാൻ ഒരു കേസിന്റെ ആവശ്യത്തിന് വേളാങ്കണ്ണി വരെ പോയിരുന്നു. ഇപ്പോൾ മടങ്ങി എത്തുന്നേ ഉള്ളൂ. അതൊരു എമർജൻസി ഉണ്ടായിരുന്നു. പാനിക് ആവണ്ട. പ്രീതിക്ക് ഒരു സ്റ്റൊമക് പെയിൻ. ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. വാട്ട്? അതെ. ശാലിനി, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗർഭിണികൾക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ പെയിനൊക്കെ വരാറുണ്ട്. ആദ്യം ഡോക്ടേഴ്സ് ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. നീ ഉണ്ടോ അവളുടെ കൂടെ? ഇല്ല, വീട്ടിൽ വെച്ച പെയിൻ വന്നത്. അച്ഛനല്ലാതെ പൊന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. പൊന്നി ഒരു ഓട്ടോയില് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ശാലിനി, ഏത് ഹോസ്പിറ്റലാ? മിഷൻ ഹോസ്പിറ്റൽ. ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഉടനെ എത്തും. ശാലിനി, ഞാനിപ്പോ മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്താ ഉള്ളത്. ഞാൻ അങ്ങോട്ടല്ല. നന്നായി അർജുനേട്ടാ, ഞാൻ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. ശാലിനി, ഞാനിതാ എത്തി. ചേട്ടാ, ഒന്ന് വേഗം പോവോ? പോവാ. പ്രീതി കുഞ്ഞേ, പ്രീതി കുഞ്ഞേ. എന്തിനാണ് അമ്മ നമ്മളിപ്പോ ശാലിനിക്ക് പിന്നാലെ പോകുന്നത്? സത്യപരീക്ഷ പൂർത്തിയാക്കാതെ അവൾ ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയണല്ലോ. ഇന്ന് എനിക്ക് രണ്ടിലൊരു തീരുമാനം അറിയണം, നാളത്തെ സൂര്യോദയത്തിന് മുൻപേ. അറ്റൻഡർ, പ്രീതി, 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 പ്രീതി. ഇത് മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണല്ലോ. ഹോസ്പിറ്റലിലേക്കോ? അത് കുഴപ്പമാണല്ലോ. എന്തിനാ ആന്റി
അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ. അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ. എന്റെ സംശയങ്ങളെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. നീ ഓട്ടോയെ വിടാതെ പിടിച്ചോ. ശാലിനി തന്നെ സ്വന്തം കെണിയൊരുക്കി അതിൽ തന്നെ അവള് വീണു. ചേട്ടാ എത്രയായി? 50. ആ കുട്ടി ബാക്കി വാങ്ങിയില്ല. അർജുനേട്ടാ, ശാലിനി, എന്താ പൊന്നി സംഭവിച്ചേ? ശാലിനി കുഞ്ഞിന്റെ സത്യപരീക്ഷയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാഘവൻ സാറും പ്രീതി കുഞ്ഞും. അതിനിടയില് വയറുവേദന വന്ന് കുഴഞ്ഞു വീണു. അപ്പോ വേറെ ആരും ഇല്ലായിരുന്നു. കുഞ്ഞിനെ അർജുൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിനിടയില് പ്രീതി കുഞ്ഞിന്റെ ബോധവും പോയി. ഒരു വിധത്തിലെടുത്ത ഓട്ടോയെ കയറ്റി കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോ ബോധം വീണു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക ശാലിനി. ഈ മെഡിസിൻസ് വാങ്ങണം, ഫാർമസി കിട്ടും. ആ ശരി. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. സിസ്റ്റർ, പ്രീതിക്ക് എങ്ങനെയുണ്ട്? ആ മെഡിസിന്റെ കൂടെയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം, എന്നാലേ വേദന മാറും. നിക്ക് പാസുണ്ടോ? പ്രീതി എന്ന പേഷ്യന്റിനുള്ള മെഡിസിൻസാ. ആ പോയിക്കോ. ആ പ്രീതി, ശാലിനി നീ എത്തിയോ? പകുതി സമാധാനായി. ഇപ്പം എങ്ങനെയുണ്ട് പ്രീതി? വേദനയുണ്ട് ശാലിനി. അമ്മ എങ്ങനും അറിഞ്ഞ? ഏയ് അറിയില്ല. അറിയാതെ
ഞാൻ നോക്കിക്കോളാം. അല്ല, അർജുനേട്ടനും പൊന്നി എവിടെ? അവര് ഡോക്ടറെ കാണാൻ പോയി. എന്താ പ്രീതി? വേദന സഹിക്കാൻ പറ്റുന്നില്ല ശാലിനി. വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ, ഇപ്പൊ കാഷ്വാലിറ്റി വന്ന പേഷ്യന്റ് എവിടെയാണെന്ന് അറിയോ? ആ കുട്ടിയെ റൂമിലേക്ക് മാറ്റി. ഇതാ അവിടെ ഗൈനക്കോളജി സെക്ഷനിലാ. ദൈവമേ, പ്രീതിക്ക് പിടി വീഴുവോ? എങ്കിലെല്ലാം തീർന്നു. ഗൈനക്കോളജി സെക്ഷനിലോ? അതെ. ഗുളിക കഴിച്ചോളൂ. ഇനി പെയിൻ കുറഞ്ഞോളും. എന്ത് പറ്റി ശാലിനി? എന്തൊരു ടെൻഷൻ. പ്രീതിയുടെ അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം വിഷ്ണുവേട്ടനും സുസ്മിതയുണ്ട്. അതെങ്ങനെ? എനിക്കറിയില്ല പ്രീതി. അവർക്കിനിയിപ്പോ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോന്ന് ഒരു ഊഹവുമില്ല. ഇനി ഇനി എന്ത് ചെയ്യും ശാലിനി? പ്രീതി പേടിക്കാതിരിക്കേ. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പേടിക്കാതിരിക്കേ, നോക്കാം. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. കാഷ്വാലിറ്റിന്ന് ഒരു കുട്ടിയെ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയില്ലേ? ഏതാ റൂം? നിങ്ങൾക്ക് പാസ് ഉണ്ടോ? ഇത് വിസിറ്റിംഗ് ടൈം അല്ല. ഞാൻ സത്യഭാമ, അത് തന്നെയാ പാസ്. ആരാന്ന് പറഞ്ഞാലും പാസ് ഇല്ലാതെ അകത്ത് പോകാൻ പറ്റത്തില്ല. സ്ട്രിക്ട് റൂളാ. അപ്പോ എനിക്ക് അകത്തേക്ക് പോകണമെങ്കിൽ പാസ് എടുക്കണം. അതെ.
പ്രീതി താനെന്താ ഇവിടെ ഹോസ്പിറ്റലില്? ഈശ്വര, അമ്മയും വിഷ്ണുവിനൊക്കെ എത്തിയോ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുക. എന്നാ ഞങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ ആ ഫ്രണ്ടിന്. അത് ഫ്രണ്ട് ഈ റൂമിലല്ല. ഈശ്വര, അമ്മ ഇങ്ങോട്ട് വരുമോ? എന്നെല്ലാം തീർന്നു. ഇവൾ ഇത്രയും പേടിക്കണമെന്നുണ്ടെങ്കിൽ ആ കർട്ടനപ്പുറം പ്രീതി ഉണ്ടാവും. വെറുതെ വിടാൻ പാടില്ല ഈ അവസരം. അങ്ങനെ ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. നിക്ക്. അല്ല, പോകാൻ തുടങ്ങുന്ന ആളുടെ കയ്യിലെങ്ങനെയാ ഈ മെഡിസിൻ കിറ്റ്? കണ്ടിട്ടിറങ്ങുമ്പോ ഫ്രണ്ടായ പേഷ്യന്റ് ഗിഫ്റ്റായി തന്നതാണോ കുറച്ച് മെഡിസിൻസ്? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഉറപ്പായും ഒരു മെഡിക്കൽ റെപ്പ് ആന്റി. ഇനി അഥവാ ശാലിനി കൊണ്ടുവന്നതാണെങ്കിൽ അതൊരു പുതിയ കീഴ്വഴക്കമാണ്. ഇതുവരെ രോഗികളെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നവർ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യന്റിനെ കാണാൻ മരുന്നുമായി വരുന്നത് ആദ്യമായിട്ട് കാണുക. മരുന്നെല്ലാം കിട്ടിയോ? കിട്ടി. ഡോക്ടർ ഇപ്പൊ വരും. ഇഞ്ചക്ഷനുള്ള മരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സിസ്റ്റർ, ഇതൊക്കെ എന്തിനുള്ള മരുന്നാ? നല്ല ചോദ്യം. മെറ്റർനിറ്റി വാർഡിൽ എന്തിനുള്ള മരുന്നാ കൊടുക്കുന്നത്? ഗർഭിണികൾക്കുള്ള മരുന്ന് തന്നെ. ഇപ്പൊ പെട്ടെന്നെന്താ പ്രോബ്ലം? പേഷ്യന്റ് എന്തിനോ ടെൻഷനായെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു പെയിൻ വന്നതാ. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇനിയും വൈകിയ പ്രീതിക്ക് വേദന കൂടുമല്ലോ. പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ വന്ന് ഞാനല്ല പേഷ്യന്റ് എന്ന് മനസ്സിലാവും. എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയാ നീ സത്യപരീക്ഷ പൂർത്തിയാക്കാതെ ഓടിപ്പോന്നത് അല്ലടി? അത് മനസ്സിലായില്ലേ ആന്റി? കർപ്പൂരം കയ്യിൽ കത്തിച്ച് മുട്ടിലെഴയുമ്പോഴേ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാ 4 കാലും പറിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ ഓടി വന്നത്. പേടിക്കണ്ട ശാലിനി, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോ പെയിനൊക്കെ മാറിക്കോളൂ. സുസ്മിത, വേണ്ട. നാണമില്ലേടാ നിനക്ക്? ശാലിനിയും നീയുമായി ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് ദൈവത്തിന് മുന്നില് കർപ്പൂരം ഒഴിഞ്ഞ് നീ എനിക്ക് സത്യം ചെയ്തു തന്നത്. അത് പൊള്ളയല്ലെങ്കിൽ നിന്നെ വഞ്ചിച്ചതിന്റെ ജീവിക്കുന്ന തെളിവാ.
ഇപ്പം മരുന്ന് കിറ്റും പിടിച്ച് മുന്നിൽ ഈ നിൽക്കുന്നത്.